നമസ്കാരം. കേട്ടക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളൊരു ഗ്ലാസ് ബോട്ടിൽ സോഡ മാനുഫാക്ചർ യൂണിറ്റ് നടത്തുന്ന ഒരു വ്യക്തിയാണോ എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇന്ന് സോഡ മാനുഫാക്ചറിംഗ് രംഗത്ത് ഒരു സെമി ഓട്ടോമാറ്റിക് മെഷീൻ എന്നുള്ളത് ഒരു അനിവാര്യ ഘടകമായിട്ട് മാറിയിരിക്കുകയാണ്. സെമി ഓട്ടോമാറ്റിക് മെഷീൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന കസ്റ്റമേഴ്സിന് ഒരു കൺഫ്യൂഷനുണ്ട്. മെക്കാനിക്കൽ മോഡൽ എടുക്കണോ അതോ കംപ്രസർ മോഡൽ എടുക്കണമെന്ന്. ആ ഒരു കൺഫ്യൂഷനാണ് ഞാനിവിടെ മാറ്റിത്തരാൻ ആഗ്രഹിക്കുന്നത്. ഈ വീഡിയോ ഞാനൊരു 3 പാർട്ടായിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അതായത് വീഡിയോയുടെ ലെങ്ത് കൂടുമെന്നുള്ളതുകൊണ്ട് 3 പാർട്ടായിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ പാർട്ടിൽ നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ ആദ്യമേ ഇറങ്ങിയ നമ്മുടെ മെക്കാനിക്കൽ മോഡൽ മെഷീൻ, അതായത് ഗുജറാത്ത് മെഷീനാണ് ആദ്യമായിട്ട് നമുക്ക് ഒരു സെമി ഓട്ടോമാറ്റിക് മെഷീൻ എന്നുള്ള രീതിയിൽ മെക്കാനിക്കൽ മോഡൽ മെഷീനായിട്ട് വന്നിട്ടുള്ളത്. അതൊരു ഗിയർ മെഷീനാണ്. അതിൻ്റെ പോസിറ്റീവ് വശങ്ങളും നെഗറ്റീവ് വശങ്ങളുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ മെഷീൻ മേക്ക് ചെയ്തിട്ടുള്ളത് കാസ്റ്റിംഗ് ബോർഡിലും അതേപോലെ തന്നെ ഹെഡ് SS-ലുമാണ് മേക്ക് ചെയ്തിട്ടുള്ളത്. നല്ലൊരു ക്വാളിറ്റിയുള്ളൊരു മെഷീൻ തന്നെയാണത്. മേക്കിംഗ് ക്വാളിറ്റിയാണ്. അതേപോലെ തന്നെ നല്ല വെയിറ്റുള്ളൊരു മെഷീൻ തന്നെയാണ്. പിന്നെ ഹാൻഡിലിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈസിയാണ്. നമുക്ക് സോഡ മാനുഫാക്ചറിങ് ചെയ്യാൻ വേണ്ടി ഈസിയാണ്. വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ലേഡീസിനും ജെൻസിനും യൂസ് ചെയ്യാൻ പറ്റുന്ന നമുക്ക് സ്പീഡ് കൺട്രോൾഡ് ആയിട്ടുള്ളൊരു മെഷീൻ തന്നെയാണത്. സോഡയുടെ ക്വാളിറ്റിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത് നല്ല ഗുഡാണ്. അതിൻ്റെ ക്വാളിറ്റി അത് നമ്മൾ കൂൾ ചെയ്തുകൊണ്ട് അടിക്കുകയാണെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള സോഡ തന്നെ പ്രൊഡക്ഷൻ എടുക്കാൻ പറ്റിയൊരു മെഷീനാണ് ഈ ഗുജറാത്ത് മോഡൽ മെക്കാനിക്കൽ മെഷീൻ. പെർ അവർ നമുക്ക് ഒരു 20 മുതൽ 25 കേസ് വരെ പ്രൊഡക്ഷൻ കിട്ടുന്ന ഒരു മെഷീനാണ് നമ്മുടെ ഈ ഗുജറാത്ത് മോഡൽ മെഷീൻ. ഒരു 50 കേസ് മുതൽ 100 കേസ് വരെ പ്രൊഡക്ഷൻ പെർ ഡേ എടുക്കുന്ന കമ്പനികളെ സംബന്ധിച്ചോളം ഈ മെഷീൻ ഒരു നല്ല ഓപ്ഷനായിരിക്കും. മെയിൻ്റനൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മെയിൻ്റനൻസ് നമുക്ക് റെഗുലറായിട്ട് വരുന്ന മെയിൻ്റനൻസുകൾ നമുക്ക് തന്നെ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു മെഷീനാണ്. അത് ഈസിയാണ്. വലിയൊരു കോംപ്ലിക്കേഷനൊന്നും ഈ മെഷീനില്ല. നമുക്ക് സിമ്പിളായിട്ട് തന്നെ അത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മെഷീനാണത്. പിന്നെ ഇതിൻ്റെ പ്രൈസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതൊരു 1 ലക്ഷം രൂപ താഴെയാണ് ഈ മെഷീൻ്റെ പ്രൈസ് വരുന്നത്. സെമി ഓട്ടോമാറ്റിക് മെഷീനും മറ്റൊരു മെഷീനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഒരു റേറ്റ് കുറഞ്ഞൊരു മെഷീനാണത്. ഒരു വാല്യൂ ഫോർ മണി എന്ന് തന്നെ പറയാം. ഈ മെഷീനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ചെറിയ കമ്പനി നടത്തുന്ന ഒരു മാനുഫാക്ചറെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ലൊരു ഓപ്ഷൻ തന്നെയായിരിക്കും ഈ മെഷീൻ. ഇത്രയുമാണ് ഇതിൻ്റെ പോസിറ്റീവ് വശങ്ങളായിട്ട് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത നെഗറ്റീവ് വശങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ മെഷീൻ്റെ നെഗറ്റീവ് എന്ന് പറയുന്നത് നമുക്ക് ഫസ്റ്റ് പറയാൻ പറ്റുന്നത് ബോട്ടിലാണ്. ഇതിന് സെയിം ഹൈറ്റുള്ള ബോട്ടിൽ തന്നെ ഇതിൽ യൂസ് ചെയ്യണം. പൊതുവേ സെമി ഓട്ടോമാറ്റിക് മെഷീനുകൾക്ക് എല്ലാത്തിനും നമുക്ക് സെയിം ഹൈറ്റ് തന്നെ വെക്കണം. പക്ഷേ മെക്കാനിക്കൽ മോഡലിനെ സംബന്ധിച്ച് വരുമ്പോൾ അത് ഹൈറ്റ് കറക്റ്റ് അല്ലെങ്കിൽ ക്യാപ്പ് ആകത്തില്ല. പക്ഷേ ക്വാളിറ്റിയോട് കൂടിയുള്ള സോഡ തന്നെയായിരിക്കും കിട്ടുന്നത്. അതായത് നമ്മുടെ ഹൈറ്റ് കറക്റ്റ് അല്ലെങ്കിൽ മൗത്ത് റബ്ബറിൽ ലീക്ക് വരെയും പിന്നെ അത് ക്യാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ക്വാളിറ്റി ഇല്ലാത്തൊരു ഇഷ്യൂ ഉണ്ടാവും. കൂളി ചെയ്ത് അടിക്കുന്നവരെ സംബന്ധിച്ചുള്ള പ്രശ്നം ഉണ്ടാകത്തില്ല. കൂളി ചെയ്യാതെ അടിക്കുന്നവരെ സംബന്ധിച്ചോളം അങ്ങനെ നമ്മൾ വർക്ക് ചെയ്യാൻ നേരത്ത് നമുക്ക് അതായത് ലീക്കോട് കൂടി നമ്മൾ ക്യാപ്പ് ചെയ്താൽ അതിന് ക്വാളിറ്റി ഉണ്ടാവില്ല സോഡയ്ക്ക്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ മെഷീനിൽ ഹൈറ്റ് എപ്പോഴും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു പ്രശ്നം ഇതിനുണ്ട്. പിന്നെ ഈ മെഷീൻ വരുന്നൊരു മേജറായിട്ട് വരുന്നൊരു കംപ്ലൈൻ്റാണ് ഇതിൻ്റെ ഗിയർ ബോക്സിൻ്റെ ഉള്ളിൽ വെള്ളം പോകുന്ന ഒരു കംപ്ലൈൻറ്റ്. വെള്ളം പോയിട്ട് ഗിയർ ബോക്സിൻ്റെ ഉള്ളിൽ നമ്മുടെ 4 ബെയറിങ്ങുകളുണ്ട്. ആ 4 ബെയറിങ്ങുകളും കംപ്ലൈൻ്റ് ആവുന്നൊരു പ്രശ്നമാണ് ഈ മെഷീൻ മേജറായിട്ട് വരുന്നൊരു ഇഷ്യൂ. അടുത്തതായിട്ട് നമ്മുടെ ഈ മെഷീന് നമുക്ക് ഒരു മെയിൻ്റനൻസ് വന്നു കഴിഞ്ഞാൽ അതിനൊരു പ്രോപ്പറായിട്ടുള്ളൊരു സർവീസ് ചെയ്യാൻ വേണ്ടി നമ്മുടെ മെക്കാനിക്കിനെ കിട്ടുന്നില്ല എന്നുള്ളത് ഒരു പ്രശ്നമാണ്. പിന്നെ ഈ മെഷീന് പൊതുവെ വെയിറ്റ് കൂടിയൊരു മെഷീനായതുകൊണ്ട് നമുക്കിത് പുറമെ മറ്റുള്ളൊരു കമ്പനികളിൽ കൊണ്ടുപോയി ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടും ഇതിന് വരുന്നൊരു പ്രശ്നം തന്നെയാണ്. ടോട്ടൽ ഈ മെഷീൻ്റെ പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡും നോക്കിക്കഴിഞ്ഞാൽ കൂടുതലും പോസിറ്റീവ് സൈഡ് തന്നെയാണ് ഈ മെഷീന് ഉള്ളത്. അതേപോലെ തന്നെ ഈ മെഷീൻ യൂസ് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഒരു 50 കേസ് മുതൽ ഒരു 100 കേസ് വരെ അടിക്കുന്ന ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല ഓപ്ഷനായിരിക്കും ഈ മെഷീൻ. ഇത്രയുമാണ് ഈ മെഷീൻ്റെ ഡീറ്റെയിലുകൾ. പിന്നെ ഈ മെഷീൻ എടുക്കാൻ ആഗ്രഹിക്കുന്നവർ കുറച്ച് മെക്കാനിക്കൽ സൈഡ് കൂടിയും അറിയുന്നവരാണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ. അപ്പോൾ ഇച്ചിരി മെക്കാനിക്കൽ സൈഡും കൂടി അറിയാവുന്ന വ്യക്തികൾക്ക് ഇച്ചിരി കൂടി ഫ്രണ്ട്ലി ആയിട്ട് എടുക്കാൻ പറ്റിയൊരു നല്ലൊരു മെഷീൻ തന്നെയാണ് നമ്മുടെ ഈ ഗുജറാത്ത് മെക്കാനിക്കൽ ഗിയർ മോഡൽ മെഷീൻ.
അടുത്തായിട്ട് ഈ മെഷീൻ എന്നല്ല ഏതൊരു സെമി ഓട്ടോമാറ്റിക് മെഷീനാണെങ്കിലും നമ്മൾ എടുക്കുന്ന വ്യക്തികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് നമ്മളൊരു ചിലപ്പോൾ ഒരു കറക്കുന്ന മെഷീനിൽ നിന്നായിരിക്കും, അല്ലെങ്കിൽ ഒരു ചവിട്ടുന്ന മെഷീനിൽ നിന്നായിരിക്കും ഈ ഗിയർ മെഷീനിലേക്കും അതേപോലെ തന്നെ ഓട്ടോമാറ്റിക് മെഷീനുകളിലേക്കൊക്കെ എത്തുന്നത്. ഈ മെഷീനിലേക്ക് എത്തുമ്പോൾ നമുക്ക് മറ്റേ മെഷീനിൽ വർക്ക് ചെയ്ത പോലെ ഈസി ആയിരിക്കില്ല സ്റ്റാർട്ടിങ്ങിൽ. ഇത് മെക്കാനിക്കൽ സൈഡ് കുറച്ച് നമ്മൾ പഠിക്കേണ്ടത്. വർക്ക് ചെയ്യുന്നത് ഈസി ആയിരിക്കും, പക്ഷേ ഇതിൻ്റെ മെക്കാനിക്കൽ സൈഡ് കുറച്ച് നമുക്ക് പഠിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അത് നമ്മൾ ഒരു ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ട് നമ്മൾ യൂസ് ചെയ്താൽ പഠിക്കുന്ന കാര്യമില്ല. ചിലപ്പോൾ 1 മാസം 2 മാസം എടുക്കും. ശരിക്കും ഇതിനെക്കുറിച്ചൊന്ന് സ്റ്റഡി ചെയ്ത് നമ്മൾ ഇതിൻ്റെ ഒരു പ്രോപ്പറായിട്ടൊരു യൂസിങ്ങിലേക്ക് എത്താം. അപ്പോൾ നമ്മൾ ഒരു മെഷീൻ എടുത്ത് വെയിറ്റ് ചെയ്ത് അതൊക്കെ പ്രോപ്പറായിട്ട് പഠിച്ചിട്ട് വർക്ക് ചെയ്യുക. ഒരു കമ്പനി ഒരു മെഷീൻ മാനുഫാക്ചറിങ് ചെയ്യുമ്പോൾ അതിൻ്റെ എല്ലാ വശങ്ങളും നോക്കിയായിരിക്കും മാനുഫാക്ചറിങ് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ ഒരു ദിവസം 2 ദിവസം യൂസ് ചെയ്തിട്ട് കമ്പനിയെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. ആ കമ്പനിയോട് ചോദിച്ച് മനസ്സിലാക്കി അതിൻ്റെ മെക്കാനിക്കൽ സൈഡെല്ലാം പഠിച്ച് നല്ല രീതിയിൽ വർക്ക് ചെയ്ത ഒരു ഓട്ടോമാറ്റിക് മെഷീൻ നിങ്ങളുടെ ആ ഒരു ഇൻഡസ്ട്രിയെ ഡെവലപ്പ് ചെയ്യാൻ നല്ലൊരു മെഷീനായിരിക്കും ഈ പറയുന്ന നമ്മുടെ സെമി ഓട്ടോമാറ്റിക് മെഷീനുകൾ. ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നല്ലതായാലും ചീത്തയായാലും അത് മെസ്സേജായിട്ട് നിങ്ങൾ ടൈപ്പ് ചെയ്യുക. അതേപോലെ തന്നെ സോഡ മാനുഫാക്ചറിങ് മേഖലയിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മെഷീനറികളെ കുറിച്ച് ഏതെങ്കിലും ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണം എങ്കിൽ നിങ്ങളൊരു മെസ്സേജായിട്ട് ഈ വീഡിയോയുടെ താഴെയിട്ടാൽ നമ്മളതിൻ്റെ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അതേപോലെ തന്നെ ഇത് ഒരു ഫസ്റ്റ് പാർട്ടാണ്. ഇതിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത് നമ്മൾ ഗുജറാത്ത് മെഷീനെ കുറിച്ച് മാത്രമാണ്. മെക്കാനിക്കൽ നമ്മൾ അടുത്ത പാർട്ടിൽ അടുത്തൊരു മെഷീൻ്റെ സെമി ഓട്ടോമാറ്റിക് മെഷീൻ്റെ ഒരു വീഡിയോ വരുന്നതായിരിക്കും, വൈകാതെ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.